ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കുന്നതിനിടെ കാർഡിയാക് സർജൻ കുഴഞ്ഞു വീണു മരിച്ചു. ചെന്നൈയിലെ സവിത മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ 39-കാരനായ ഗ്രാട്ലിൻ റോയാണ് മരിച്ചത്. ആശുപത്രിയിൽ റൗണ്ട്സിനിടെ ഡോക്ടർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു. റോയിയെ രക്ഷിക്കാൻ സഹപ്രവർത്തകർ പരമാവധി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഹൈദരാബാദിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീർ കുമാർ എക്സിൽ കുറിച്ചു. CPR, ആൻജിയോപ്ലാസ്റ്റി, ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ്, ECMO എന്നിവ നൽകിയെങ്കിലും ഡോക്ടറുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇടതുഭാഗത്തെ പ്രധാന ധമനിയിൽ 100% ബ്ലോക്ക് ആയിരുന്നതിനാൽ ഹൃദയസ്തംഭനത്തെ തടുക്കാനായില്ലെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഡോക്ടർ റോയിയുടെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും 30-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവ ഡോക്ടർമാർക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാക്കുന്നത് കൂടി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം മരണങ്ങൾക്ക് ഒരു പ്രധാന കാരണം ദീർഘനേരം ജോലി ചെയ്യുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അനാരോഗ്യകരമായ ജീവിതശൈലി, ക്രമരഹിതമായ ഭക്ഷണം, വ്യായാമക്കുറവ് തുടങ്ങിയ കാരണങ്ങളാലും തളർച്ച, വിഷാദം, ഉത്കണ്ഠ എന്നിവയുൾപ്പെടെയുള്ള തൊഴിലിന്റെ മാനസിക സമ്മർദ്ദവും പലപ്പോഴും ഹൃദയസ്തംഭനത്തിന് കാരണമാകാറുണ്ട്. ഡോക്ടർമാർ പലപ്പോഴും ഒരു ദിവസം 12 മുതൽ 18 മണിക്കൂർ വരെ ജോലി ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു ഷിഫ്റ്റിൽ 24 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. കൂടാതെ ജോലി സമ്മർദ്ദവുമുണ്ട്. സ്വന്തം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ ഡോക്ടർമാർ ശ്രമിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഡോക്ടർ റോയ്ക്ക് ഒരു ഭാര്യയും ഒരു ചെറിയ മകനുമാണുള്ളത്.